ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ. സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട. എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം. സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം. വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തര മലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല. ഇതൊക്കെ എവിടെയെന്നല്ലേ? ബാഗ് ബസാറിൽ. അല്ല പിന്നെ, ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം. ഒപ്പം റെയിൻ കോട്ടുകൾ, കുടകൾ, വാട്ടർ ബോട്ടിലുകൾ, ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട്. 30 വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ കുരുങ്ങേണ്ട. നേരെ വേഗം ബാഗ് ബസാറിലേക്ക് വന്നോളൂ. ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്കിൽ തിരഞ്ഞെടുത്തോളൂ. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. മൊബൈൽ 9895111161 and 9072702082. ബാഗ് ബസാർ, ബാലാജി ടവർ ഓപ്പോസിറ്റ് ഗ്രാൻഡ് തേജസ്, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. 9946747570. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അമൃതസദ്ഗുരുപര്യന്താ വന്ദേ ഗുരുപരമ്പരാ. വന്ദേ ഗുരുപരമ്പരാ. കേൾക്ക നീയെങ്കിൽ മൽപൂജാവിധാനത്തിനോർക്കിലവസാനമില്ലെന്നറിക നീ. എങ്കിലും ചൊല്ലുവനൊട്ടു സംക്ഷേപിച്ചു നിങ്കിലുള്ളോരു വാത്സല്യം മുഴുക്കയാൽ തന്നുടെ ഗൃഹ്യോക്തമാർഗേണ മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോടു മന്ത്രം കേട്ടു സാദരമാചാര്യപൂർവമാരാധിക്ക മാമെടോ. ഹൃൽക്കമലത്തിങ്കലാകിലുമാം പുനരഗ്നിഭാഗവാങ്കലാകിലു മാമെടോ. മുഖ്യപ്രതിമാദികളിലെന്നാകിലും മർക്കങ്കലാകിലും അപ്പിങ്കലാകിലും തണ്ടിത്തിങ്കലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമമെത്രയും. തണ്ടിലത്തിങ്കലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമമെത്രയും. വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാദരാൽ മൃല്ലേപനാദി വിധി വഴി കാലേ കുളിക്ക വേണം. ദേഹശുദ്ധയെ മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണ ശുദ്ധ്യാർത്ഥമായി ചെയ്യുക സങ്കൽപ്പമാദിയേ. ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ചു, ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി. സ്നാപനം ചെയ്യുക ശിലയാ പ്രതിമാസു, ശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജനം.
ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറിക നീ. മുഖ്യപ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രാസാദമെനിക്കെന്നറിക നീ. അഗ്നൗയജിക്കഹവിസ്സുകൊണ്ടാദരാലർക്കനെ സ്തണ്ടിലത്തിങ്കലെന്നാക്കിലോ മുമ്പിലേ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ. ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നിലതിപ്രിയം ഗന്ധപുഷ്പാക്ഷതക്ഷഭ്യോജ്യാദികളെന്തു പിന്നെ പറയണമോ ഞാനെടോ. ഗന്ധപുഷ്പാക്ഷതഭക്ഷ്യഭോജ്യാദികളെന്തു പിന്നെ പറയണമോ ഞാനെടോ. വസ്ത്രാജിനാകുശാദ്യങ്ങളാലാസനമുത്തമമായതു കൽപ്പിച്ചു കൊള്ളണം. ദേവസ്യ സമുഖേ ശാന്തനായി ചെന്നിരുന്നാവിർമുധ ലിപിന്യാസം കഴിക്കണം. ചെയ്ക തത്വാന്യാസവും കേശവാദ്യേന ചെയ്ക മമ മൂർത്തി പഞ്ചരന്യാസവും. പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നുടെ മുമ്പിൽ വാമേ കലശം വെച്ചു ദക്ഷിണഭാഗേ കുസുമാദികളെല്ലാം മക്ഷതമക്തൈവ സംഭരിച്ചിടണം. ആർഘ്യപാദ്യപ്രദാനാർത്ഥമായും മധുപർക്കാർത്ഥമാചമനാർത്ഥമെന്നിങ്ങനെ പാത്രശുഷ്ഠവും വെച്ചു കൊള്ളണം. പേർത്തു മറ്റൊന്നു നിരൂപണം കൂടാതെ മൽക്കലം ജീവസംജ്ഞാം തടിദ്ജ്വാലം ഹൃൽകമലേ ദൃഢം ധ്യാനിച്ചു കൊള്ളണം. പിന്നെ സ്വദേഹമഖിലം ത്വയാ വാപ്തമെന്നുറയ്ക്കേണ വിളക്കവും കൂടാതെ ആവാഹയേൽ പ്രതിമാദിഷു വൽക്കലാം ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം. പാദ്യവുമർഘ്യം തഥാ മധുപർക്കമീത്യദ്യൈ പുനഃസ്നാനവസ്ത്രവിഭൂഷണൈ. എത്രയുണ്ടുള്ളതുപചാരമെന്നാലതത്രയും കൊള്ളാമെനിക്കെന്നതേയുള്ളൂ. ആഗമോക്തപ്രകാരേണ നീരാജനൈർധൂപ ദീപൈർനിവേദ്യ ബഹുവിസ്തരൈ ശ്രദ്ധയാ നിത്യമായി അർച്ചിച്ചുകൊള്ളുകിൽ. ശ്രദ്ധയാ ജ്ഞാനം ഭുജിക്കുമറിക നീ. ഹോമാമഹത്യോക്തമാർഗകുണ്ടാനലേ മൂലമന്ത്രം കൊണ്ടു ചെയ്യാമതെന്നിയേ. ഭക്ത്യാ പുരുഷസൂക്തം കൊണ്ടുമാമെടോ. ചിത്തതാരിങ്കൽ നിനയ്ക്ക കുമാരനീ. ഔപാസനഗ്നൗ ചരുണാഹവിഷത ശോഭാനിധാ ചൈക ഹോമം മഹാമദേ. തപ്തജാംബുനദ പ്രഖ്യമഹാപ്രഭം ദീപ്താഭരണവിഭൂഷിതം കേവലം.
മാമേവഗ്നിമധ്യസ്ഥിതം ധ്യാനിക്ക ഹേ കാലേ ഹൃദി ഭക്ത്യാ ബുധോത്തമൻ. മാമേവഗ്നിമധ്യസ്ഥിതം ധ്യാനിക്ക ഹോമകാലേ ഹൃദി ഭക്ത്യാ ബുധോത്തമൻ. പാരിഷ്യദാനാം ബലിദാനവും ചെയ്തു ഹോമമശേഷത്തെ സമാപയൻ മന്ത്രവിൽ. ഭക്ത്യാ ജപിച്ചു മാം ധ്യാനിച്ചു മൗനിയായി വക്രവാസം നാഗവല്ലീദലാദിയും ദത്വാമദഗ്രേ മഹൽ പ്രീതിപൂർവകം നൃത്തഗീതസ്തുതി പാഠാദിയും ചെയ്തു. പാദാംബുജേ നമസ്കാരവും ചെയ്തുടൻ ചേതസി മാമുറപ്പിച്ചു വിനീതനായി. മദ്ദത്തമാകും പ്രസാദത്തെയും പുനരുത്തമാംഗേ നിധായാനന്ദപൂർവകം രക്ഷമാം ഘോര സംസാരാധിതി മുഹുരുക്വാ നമസ്കാരവും ചെയ്തനന്തരം ഉദ്യസിപ്പിച്ചുടൻ പ്രത്യുഗ്മഹസിംഗലിത്തം ദിനമനുപൂജിക്വമൽ സഖേ. ഭക്തി സംയുക്തനായുള്ള മർത്യൻ മുതാ നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കൽ. ദേഹനാശേ മമ സാരൂപ്യവും വരും. ദേഹനാശേ മമ സാരൂപ്യവും വരുമൈകിഹ സൗഖ്യങ്ങളെന്തു ചൊല്ലേണമേ. ഇത്തം മയോക്തം ക്രിയായോഗമുത്തമം ഭക്ത്യാ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യിലോ. നിത്യപൂജാഫലമുണ്ടവനെന്നതും ഭക്തപ്രിയനരുൾ ചെയ്താനതു നേരം. ശേഷാംശജാതനാം ലക്ഷ്മണൻ തന്നോടു ശേഷമിതമരുൾ ചെയ്തോരനന്തരം. മായാമയനായ നാരായണൻ പരൻ മായാമവലംബ്യ ദുഃഖം തുടങ്ങിനാൻ. ജനകാത്മജേ സീതേ മനോഹരേ. ജനമോഹിനി നാഥേ മമ പ്രിയേ. ഏവമാദിപ്രലാപം ചെയ്തു നിദ്രയും ദേവദേവന്നു വരാതെ ചമഞ്ഞിതു. സൗമിത്രി തന്നെ വാക്യാമൃതം കൊണ്ടു സൗമിക്യമോടു മരുവും ചില നേരം. ഇങ്ങനെ വാഴുന്ന കാലമൊരു ദിനമങ്ങു കിഷ്കിന്ധ്യാപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോടു പറഞ്ഞു പവനജ നഗ്രേ വണങ്ങി നിന്നേകാന്തമാം വണ്ണം. കേൾക്ക കപീന്ദ്ര നിനക്കുഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നതു സാദരം. നിന്നുടെ കാര്യം വരുത്തി രഘുത്തമൻ മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ. പിന്നെ നീയോ നിരൂപിച്ചീലതേതുമെന്നെന്നുടെ മാനസേ തോന്നുന്നിതെന്നഹോ. ബാലീ മഹാബലവാൻ കവിപുങ്കവൻ ത്രൈലോക്യ സമ്മതൻ ദേവരാജാത്മജൻ. നിന്നുടെ മൂലം മരിച്ചു ബലാലവൻ.
മുന്നമേ കാര്യം വരുത്തിക്കൊടുത്തിതു രാജ്യാഭിഷേകവും ചെയ്തു മഹാജന പൂജ്യനായി താരയുമായിരുന്നീടും നീ. എത്ര നാളുണ്ടിരിപ്പിങ്ങനെ എന്നതു ചിത്തത്തിലുണ്ടു തോന്നുന്നു ധരിക്ക നീ. അദ്യവാശ്വേവാ പരസ്വേഥവസ്തവ മൃത്യുഭവിക്കുമതിരില്ല സംശയം. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. പർവ്വതാഗ്രേ നിജ സോദരൻ തന്നോടു മുർവീശ്വരൻ പരിതാപേന വാഴുന്നു. നിന്നെയും പാർത്തു പറഞ്ഞ സമയവും വന്നതും നീയോ ധരിച്ചതില്ലേതുമേ. വാനരഭാവേന മാനിനീസക്തനായി പാനവും ചെയ്തു മതിമറന്നൻവഹം. രാപ്പകലുമറിയാതെ വസിക്കുന്ന കോപ്പുകൾ എത്രയും നന്നിങ്ങനെ അഗ്രജനായ ശക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനയും നിർണയം. അഞ്ജനാനന്ദനൻ തന്നുടെ വാക്കുകൾ കേട്ടജ്ഞസാഭീതനായൊരു സുഗ്രീവനും ഉത്തമയായവൻ തന്നോടു ചൊല്ലിനാൻ. സത്യമത്രേ നീ പറഞ്ഞതു നിർണയം. ഇത്തരം ചൊല്ലുമാ മർത്യനുണ്ടെങ്കിലോ പൃഥ്വീശനാപത്തുമെത്തുകയില്ലല്ലോ. സത്വരമെന്നുടെ യാജ്ഞയോടും ഭവാൻ പത്തുദിക്കിങ്കിലേക്കുമയച്ചീടണം. സപ്തദ്വീപസ്ഥിതന്മാരായ വാനരോസത്തമന്മാരെ വരുത്തുവാനായി ദ്രുതം നേരെ 10,000 കവിവീരരെ പാരാദയൈക്ക സന്ദേശപാത്രത്തോടും. പക്ഷത്തിനുള്ളിൽ വരണം കവികുലം പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ. വദ്യനവനതനില്ല ഒരു സംശയം സത്യം പറഞ്ഞാലിളക്കമില്ലേതുമേ. അഞ്ജനാപുത്രനോടിത്തം നിയോഗിച്ചു മഞ്ജുള മന്ദിരം പോക്കിരും നീടിനാൻ. ഭർതൃനിയോഗം പുരസ്കൃത മാരുതപുത്രനും വാനരോ സത്തമന്മാരെയും 10 ദിക്കിന്നുമയച്ചാനഭിമതദത്തപൂർവകം. കപീന്ദ്രന്മാരുമന്നേരം വായുവേഗേ പ്രചാരേണ കപികുലനായകന്മാരെ വരുത്തുവാനായി മുതാ പോയിതു ദാനമാനാദിതൃപ്താത്മനാ മായാമനുഷ്യ കാര്യാർത്ഥമതിദ്രുതം. രാമനും പർവ്വതമൂർധനി ദുഃഖിച്ചു ഭാമിനിയോടു പിരിഞ്ഞു വാഴും വിധൗ. താപേന ലക്ഷ്മണൻ തന്നോടു ചൊല്ലിനാൻ. പാപമയ്യോ മമ കാൺക കുമാരനീ ജാനകീദേവി മരിച്ചിതോ കുത്രചിൽ. മാനസതാപേന ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചേതുമറിഞ്ഞതുമില്ലല്ലോ. കശ്ചിൽ പുരുഷനെന്നോടു സംപ്രീതനായി ജീവിച്ചിരിക്കുന്നിതെന്നു ചൊല്ലിയിടുകിൽ. കേവലമെത്രയും ഇഷ്ടനവൻ മമ എങ്ങാനുമുണ്ടിരിക്കുന്നതെന്നാകിൽ
ഞാനിങ്ങൂബലാൽ കൊണ്ടുപോരുവൻ നിർണയം. ജാനകീ ദേവിയെ കട്ടകള്ളൻ തന്നെ മാനസ കോപേന നഷ്ടമാക്കിടുവാൻ. വംശവും കൂടെയൊടുക്കുന്നതുണ്ടൊരു സംശയമേതുമിതിനില്ല നിർണയം. എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്നു നിന്നെ ഞാൻ എന്നെനി കാണുന്നു വല്ലഭേ. ചന്ദ്രാനനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനുമാദിത്യനെ പോലെയായിതു. ചന്ദ്ര ശീതാംശുക്കളാൽ അവളെ ചെന്നു മന്ദം മന്ദം തലോടിത്തതാ. വന്നു തടവീടുകെന്നെയും സാദരം നിന്നുടെ ഗോത്രജയല്ലോ ജനകജ. സുഗ്രീവനും ദയാഹീനനത്രേ തുലോ. ദുഃഖിതനാമെന്നെയും മറന്നാനല്ലോ. നിഷ്കണ്ടകം രാജ്യമാശു ലഭിച്ചവൻ മൈക്കണ്ണിമാരോടുകൂടെ ദിവാനിശം. മദ്യപാനസക്ത ചിത്തനാം കാമുകൻ വ്യക്തം കൃതജ്ഞനത്രേ സുമിത്രാത്മജ. വന്നു ശരൽക്കാലമെന്നതു കണ്ടവൻ വന്നീലയല്ലോ പറഞ്ഞ വണ്ണം സഖേ. അന്വേഷണം ചെയ്തു സീതാധിവാസവും മിന്നേടവുമെന്നറിഞ്ഞിടുവാനായവൻ പൂർവപോപകാരിയാമെന്നെ മറക്കയാൽ. പൂർവവകനവൻ കൃതജ്ഞന്മാരിൽ നിർണയം. പൂർവോപകാരിയാമെന്നെ മറക്കയാൽ പൂർവകനവൻ കൃതജ്ഞന്മാരിൽ നിർണയം. ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ടു സുഗ്രീവനോർക്ക നീ. കിഷ്കിന്ധ്യയോടും ബന്ധുക്കളോടും കൂടെ മർക്കട ശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ. അഗ്രജമാർഗം ഗമിക്കേണമിന്നിനി സുഗ്രീവനും അതിനില്ലൊരു സംശയം. ഇത്തമരുൾ ചെയ്തു രാഘവനോടതിക്രുദ്ധനായോരു സൗമിത്രി ചൊല്ലിടിനാൻ. വധ്യനായോരു സുഗ്രീവനെ സത്വരം ഹത്വാ വിടകൊൾവനദ്യ തവാന്തികം. ആജ്ഞാപയാശുമാമെന്നു പറഞ്ഞിതു പ്രാജ്ഞനായോരു സുമിത്രാതനയനം. ആദായ ചാപ തൂണീരഗഡ്ഗങ്ങളും ക്രോധേന ഗന്ധുമദ്യുദ്ധിതം കൊണ്ടു സാദരം. രണ്ടു രഘുപതി ചൊല്ലിനാൻ പിന്നെയും. ആദായ ചാപതൂണീരഗഡ്ഗങ്ങളും ക്രോധേന ഗന്ധുമഭ്യുദ്യുതം സോദരം. കണ്ടു രഘുപതി ചൊല്ലിനാൻ പിന്നെയും. മുണ്ടൊന്നു നിന്നോടെനിയും പറയുന്നു ഹന്തവ്യനല്ല സുഗ്രീവൻ മമ സഖി. കിന്തു ഭയപ്പെടുത്തിയിടുകെന്നേ വരൂ. ബാലിയേ പോലെ നിനക്കും വിരവോടു കാലപുരത്തിന്നു പോകാമറിക നീ. ഇത്തമവനോടു ചെന്നു ചൊന്നാലതിനുത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗേന വന്നാലതിന്നു രൂപമാകൂതമോർത്തു കർത്തവ്യമനന്തരം. അഗ്രജന്മാജ്ഞയാ സൗമിത്രി സത്വരം
സുഗ്രീവരാജ്യം പ്രതി നടന്നിടിനാൻ കിഷ്കിന്ധ്യയോടു ദഹിച്ചു പോമിപ്പോഴേ മർക്കടജാതികളെന്നു തോന്നും വണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞനാകുല നജ്ഞാനിയായുള്ള മാനുഷനെ പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ടു വർത്തിച്ചു ദുഷ്കൃതശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ മുന്നം ദശരഥൻ ചെയ്ത തപോബലം തന്നുടെ സിദ്ധി വരുത്തി കൊടുപ്പാനും പങ്കജ സംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും മാനുഷവേഷം ധരിച്ചു പരാപരാനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ നാനാജനങ്ങളും മായയാ മോഹിച്ചു മാനസമജ്ഞാന സംയുക്തമാകയാൽ മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു സർവജഗന്മയനായ നാശിനിയാകിയ ദിവ്യ കഥയെ പ്രസിദ്ധയാക്കു യഥാ രാമനായി മാനുഷ വ്യാപാരജാതയാം രാമായണാഭിധാമാനന്ദദായിനിം സൽക്കഥാമി പ്രപഞ്ചത്തിങ്കലൊക്കവേ സൽക്കഥാമി വിഖ്യാതയാക്കുവാനാനന്ദപുരുഷൻ ക്രോധവും മോഹവും കാമവും രാഗവും ഖേദാദിയും വ്യവഹാരാർത്ഥസിദ്ധയേ തത്തൽ ക്രിയാകാലദേശോചിതം നിജ ചിത്തേ പരിഗ്രഹിച്ചിടിനാനീശ്വരൻ സത്വാദികളാം ഗുണങ്ങളിൽ താൻ അനുരക്തനെ പോലെ ഭവിക്കുന്നു നിർഗുണൻ വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ വിജ്ഞാനശക്തിമാന വ്യക്തനദ്വയൻ കാമാദികളാൽ വിലപ്തനവ്യയൻ വ്യോമവദ്വ്യാപ്തനന്ദനാമയൻ ദിവ്യമുനീശ്വരന്മാർ സനകാദികൾ സർവാത്മകനെ ചിലരറിഞ്ഞിടുവോർ നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്കു സൗമ്യക് പ്രബോധമുണ്ടാമെന്നു ചൊല്ലുന്നു ഭക്തചിത്താനുസാരേണ സഞ്ചായത്തെ മുക്തിപ്രദൻ മുനിവൃന്ദ നിഷേവിതൻ കിഷ്കിന്ധ്യയാം നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറുഞാണൊലിയിട്ടിതു മർക്കടന്മാരവനെ കണ്ടു പേടിച്ചു ചക്ര കിലുകില ശബ്ദം പരവശാൽ വപ്രോ പരിപാഞ്ഞു കല്ലും മരങ്ങളും വിഭ്രമത്തോടു കയ്യിൽ പിടിച്ചേവരും പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടിത്തുടങ്ങിനാരങ്ങുമിങ്ങും ദ്രുതം മർക്കടക്കൂട്ടത്തെയൊക്കെയൊടുക്കുവാനുൾക്കാമ്പിലഭ്യുതനായി സൗമിത്രി വില്ലും കുഴിയെ കുലച്ചു വലിച്ചു സദാ രാമ രാമേതി രാമാമൃതം തേ സദാ രാമമാനന്ദനിഷ്യന്തഗന്ധം പിബന്ധം നമന്തം സുദന്തം ഹസന്തം ഹനുമന്തമന്തർഭജേത്തം നിതാന്തം
വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ. സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട. എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം. സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം. വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തര മലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല. ഇതൊക്കെ എവിടെയെന്നല്ലേ? ബാഗ് ബസാറിൽ. അല്ല പിന്നെ, ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം. ഒപ്പം റെയിൻ കോട്ടുകൾ, കുടകൾ, വാട്ടർ ബോട്ടിലുകൾ, ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട്. 30 വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ കുരുങ്ങേണ്ട. നേരെ വേഗം ബാഗ് ബസാറിലേക്ക് വന്നോളൂ. ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്കിൽ തിരഞ്ഞെടുത്തോളൂ. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. മൊബൈൽ 9895111161 and 9072702082. ബാഗ് ബസാർ, ബാലാജി ടവർ ഓപ്പോസിറ്റ് ഗ്രാൻഡ് തേജസ്, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. 9946747570.